പ്രിയപ്പെട്ടവരെ നമസ്കാരം. പുസ്തകങ്ങളിലൂടെ എന്ന ഈ ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 19-ാം നൂറ്റാണ്ടിലെ ലോകത്തെ അടിച്ചമർത്തലുകൾക്കെതിരെ ധീരമായിട്ട് ശബ്ദിച്ച, അതേപോലെ അന്നത്തെ സ്വേച്ഛാധിപതികളായിട്ടുള്ള രാജാക്കന്മാരുടെ ഉറക്കം കെടുത്തിയിട്ടുള്ള ഒരുപാട് തൊഴിലാളികൾ, അതായത് സർവ്വ ലോക തൊഴിലാളികൾക്ക് തന്നെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശബ്ദിക്കാൻ ധൈര്യം പകർന്നു കൊടുത്ത ഒരു ധീരനായിട്ടുള്ള വിപ്ലവകാരിയായിരുന്നു കാൾ മാർക്സ് എന്ന വ്യക്തി. കാൾ മാർക്സ് ജനിക്കുന്നത് 1818 കിങ്ഡം ഓഫ് പ്രഷ്യയിലാണ്, ട്രിയർ എന്ന സ്ഥലത്താണ്. ആ കിങ്ഡം ഓഫ് പ്രഷ്യയാണ് പിന്നീട് ജർമ്മനിയായിട്ട് മാറുന്നത്. ഒരു ജൂത ക്രിസ്ത്യാനിയുടെ മകനായിട്ടാണ് കാൾ മാർക്സ് ജനിക്കുന്നത്. പല എഴുത്തുകാരും കാൾ മാർക്സിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്, കാൾ മാർക്സ് ജന്മന ഒരു വിപ്ലവകാരിയായിരുന്നു എന്നുള്ളത്. കാരണം കാൾ മാർക്സിൻ്റെ കാൾ മാർക്സിൻ്റെ ഇൻട്രസ്റ്റ് അത്തരം വിഷയങ്ങളിലായിരുന്നു എന്നുള്ളതാണ്. അത്തരം പുസ്തകങ്ങളായിരുന്നു കാൾ മാർക്സ് വായിച്ചിരുന്നത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് വോൾട്ടയറിൻ്റെ, ഫ്രഞ്ച് റൈറ്ററായിട്ടുള്ള വോൾട്ടയറിൻ്റെ സ്കെപ്റ്റിക്കൽ ഫിലോസഫി ഒക്കെ കാൾ മാർക്സിന് ഭയങ്കര ഇഷ്ടമായിരുന്നു വായിക്കാൻ എന്നുള്ളതാണ്. അങ്ങനത്തെ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ അച്ഛന് എന്നും കാൾ മാർക്സിന് കൊടുക്കുമായിരുന്നു. ഈ സ്കെപ്റ്റിസിസം എന്ന് പറയുന്നത് സംശയാത്മകവാദമാണ്. സംശയാത്മകവാദത്തിൻ്റെ പ്രത്യേകത നമുക്ക് അറിയാം. ഈ എന്ത് കാര്യങ്ങളും സംശയത്തോടു കൂടിയിട്ടാണ് സംശയാത്മകവാദം ഫോളോ ചെയ്യുന്നവർ കാണാം. തീർച്ചയായിട്ടും അതിന് എന്ത് കാര്യത്തിനെതിരെയും ചോദ്യങ്ങൾ ഉന്നയിക്കും, സംശയങ്ങൾ ഉന്നയിക്കും, ലോജിക് സെൻസ് എന്താണെന്നുള്ളത് അന്വേഷിക്കും, എന്നിട്ടൊക്കെയാണ് ഒരു കാര്യം വിശ്വസിക്കുക. അല്ലാതെ ഏതൊരു കാര്യത്തിനും എടുത്തോ പിടിച്ചോ എന്ന് തിരിച്ച് ചാടി ഇറങ്ങില്ല എന്നുള്ളതാണ് ഈ സംശയാത്മകവാദത്തിൻ്റെ സ്കെപ്റ്റിക്കൽ ഫിലോസഫിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പുസ്തകങ്ങളായിരുന്നു അദ്ദേഹം വായിച്ചിരുന്നത്. അതിലായിരുന്നു ഇൻട്രസ്റ്റ്. അതേപോലെ തുടർന്ന് അദ്ദേഹം എക്കണോമിക്സിൽ, ഫിലോസഫിയിൽ, നിയമത്തിൽ, അതേപോലെ ഹിസ്റ്ററിയിൽ ഒക്കെ ബിരുദങ്ങൾ നേടുന്നുണ്ട്. തുടർന്ന് 1842 അദ്ദേഹത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് എന്നുള്ള നിലക്കുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അദ്ദേഹം അന്നത്തെ ആ രാജ്യത്തെ ഒരു പത്രത്തിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് മാറുകയാണ് കാൾ മാർക്സ്. ആ പത്രത്തിൻ്റെ പേര് റേനിഷ് സിയോട്ടങ് എന്നുള്ളതാണ്. ഈ സിയോട്ടങ്ങിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയത്ത് ആ പത്രത്തിൻ്റെ ഒരു സ്കോപ്പ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, അതിൻ്റെ ഒരു പ്രവർത്തന മേഖല എങ്ങനെയായിരുന്നു വെച്ചാൽ, കൃത്യമായിട്ട് ഗവൺമെൻറ്റിനെ അവരുടെ ജനങ്ങൾക്കെതിരെയുള്ള പോളിസികളിൽ അവരെ കൃത്യമായിട്ട് വിമർശിക്കുക, പ്രതിഷേധം ഉയർത്തുക എന്നുള്ളതൊക്കെയാണ്. മാധ്യമ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് വേണ്ടി സംസാരിക്കുക, പ്രസ് ഫ്രീഡത്തിന് വേണ്ടിയിട്ട്. അതേപോലെ ഇക്വാലിറ്റി എവിടെ കണ്ടാലും അതിനെപ്പറ്റി സംസാരിക്കുക. പൊതുവെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ അടിച്ചമർത്തലുകൾക്കെതിരെയും സംസാരിക്കുന്നൊരു പത്രമായിരുന്നു അത്. സ്വാഭാവികമായിട്ടും അന്നത്തെ ഒരു സെൻസറിങ്ങിൻ്റെ കാലത്ത്, ഒരു സ്വാതന്ത്ര്യം വളരെ നിഷേധിക്കപ്പെട്ടിരുന്നൊരു കാലത്ത് അത്തരം ഒരു പത്രം, അത്തരം ഒരു ലേഖനം ഒബ്വിയസ്ലി അത് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ കാൾ മാർക്സും റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുകയാണ്. കാൾ മാർക്സിൻ്റെ സ്വൈര്യം കെടുകയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പല ലേഖനങ്ങളും നിരോധിക്കുകയാണ്, ഗവൺമെൻറ് ആക്ഷൻ എടുക്കുകയാണ്. കാൾ മാർക്സ് പിന്നീട് സ്വൈര്യം പോയ കാൾ മാർക്സ് പിന്നീട് എത്തുന്നത് പാരീസിലാണ്. പാരീസിൻ്റെ അന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പാരീസിൽ വർക്കേഴ്സ് മൂവ്മെൻറ്റ് ഒക്കെ നടക്കുന്ന കാലമാണ്. അപ്പോൾ ഒരുപാട് വർക്കേഴ്സ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന കാലമാണ്. അപ്പോൾ അത്യാവശ്യം സ്വാതന്ത്ര്യം നൽകിയുന്ന കാലമാണ്. കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ള ഒരു കാലഘട്ടമാണ് പാരീസിന്. അപ്പോൾ അവിടേക്ക് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു രാജ്യത്തെ കാൾ മാർക്സ് ആകർഷിക്കുകയാണ്, അങ്ങോട്ട് എത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന മേഖല അദ്ദേഹം അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അവിടുത്തെ ഒരുപാട് അത്തരത്തിലുള്ള ചിന്താഗതിയുള്ള എഴുത്തുകാരായിട്ട് അദ്ദേഹം ഒരു അസോസിയേഷൻ സ്ഥാപിക്കുകയാണ്, ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയാണ്. പിന്നീട് അവിടുന്ന് അങ്ങോട്ടാണ് അദ്ദേഹത്തിൻ്റെ ആത്മമിത്രമായിട്ട് മാറുന്ന ഫ്രെഡറിക് എംഗൽസിനെ അദ്ദേഹം പരിചയപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ ഫ്രെഡറിക് എംഗൽസിനെ പരിചയപ്പെടുന്ന 1844
ആ കൂട്ടുകെട്ടാണ് പിന്നീട് ലോകപ്രശസ്ത ഗ്രന്ഥമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന ഒരു ഗ്രന്ഥം ഉണ്ടാവാൻ കാരണമാവുന്നത് എന്നുള്ളതാണ്. ഫെഡറിക് ആംഗിൾസിനെ പറ്റി പറയുമ്പോൾ കുറച്ച് വെൽത്തി ആയിട്ടുള്ള മാനാണ് അദ്ദേഹം. ഇംഗ്ലണ്ടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു ബിസിനസ്സൊക്കെ ഉണ്ട്. ഫെഡറിക് ആംഗിൾസിൻ്റെ ചിന്താഗതികളും ഏകദേശം സമാനമാണ്. ക്ലാസ്ലെസ് സൊസൈറ്റി തന്നെയാണ് ഫെഡറിക് ആംഗിൾസിൻ്റെ ആശയം. ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ക്ലാസ്ലെസ് സൊസൈറ്റിയാണ്. സമത്വമുള്ള എല്ലാവരും ഒരേപോലത്തെ, മുതലാളി തൊഴിലാളി വ്യത്യാസമില്ലാത്ത, വലിയവന് ചെറിയവനെന്നുള്ള വ്യത്യാസമില്ലാത്ത ഒരേപോലത്തെ സമൂഹം ഉണ്ടാക്കുക എന്നുള്ള ഒരു ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് തന്നെയാണ് ഫെഡറിക്കിൻ്റെ എംഗിൾസിൻ്റെയും ഒരു പ്രവർത്തന മേഖലയും. എംഗിൾസ് കാരണം കൊണ്ട് തന്നെ ഇംഗ്ലണ്ട് നമ്മുടെ കാൾ മാർക്സ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് തന്നെ ഇവരുടെയൊക്കെ ഒരു പ്രധാന മേഖലകൾ ബ്രസൽസും പാരീസും ഒക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇംഗ്ലണ്ടിലുള്ള സമയത്ത് തന്നെ ലോകത്തുള്ള ഇത്തരം തീവ്രമായിട്ടുള്ള ചിന്താഗതികളുള്ള എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മ ഇംഗ്ലണ്ടിൽ വെച്ച് തന്നെ എംഗിൾസും കാൾ മാർക്സും കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ കൂട്ടായ്മയ്ക്കൊക്കെ ശേഷമാണ്, ഈ യോഗത്തിനൊക്കെ ശേഷമാണ് 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന ഗ്രന്ഥം ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 7-8 രാജ്യങ്ങളിലേക്ക് 7-8 ഭാഷകളിൽ പല രാജ്യങ്ങളിലേക്കും എത്തുന്നുണ്ട്. ഇവരും സഞ്ചരിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. പക്ഷേ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഗവൺമെൻറ്റുകൾ ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന ഗ്രന്ഥത്തിനെയും ഇവരെയും പല സ്ഥലത്തും നിരോധിക്കുകയാണ്. ഇവർക്ക് ട്രാവൽ ബാൻ വരികയാണ്, ഇവരെത്തുന്ന സ്ഥലത്ത് നിന്ന് ഇവരെ ഡീപ്പോർട്ട് ചെയ്യണം, ഇവരെ നാട് കടത്തുകയാണ്. അങ്ങനെ എംഗിൾസ് കാൾ മാർക്സിന് മുമ്പ് തന്നെ ഇംഗ്ലണ്ടിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാൾ മാർക്സ് ജർമ്മനിയിൽ അവസാനം എത്തുന്നുണ്ട്. ജർമ്മനിയിലെത്തി പല സ്ഥലത്തുനിന്നും നാട് കടത്തിയിട്ടാണ് ജർമ്മനിയിലേക്ക് തന്നെ എത്തുന്നത്. അതായത് പ്രഷ്യയിൽ തന്നെ ജർമ്മനിയിലെത്തിയതിന് ശേഷം അദ്ദേഹം അവിടെ തൻ്റെ പഴയ പത്ര പ്രവർത്തനത്തിൽ അദ്ദേഹം മുഴുകുന്നുണ്ട്. അപ്പോൾ വീണ്ടും പഴയ പണി തന്നെ എടുക്കും, ഗവൺമെൻറ്റിനെതിരെ വിമർശിക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. അവസാനം ജർമ്മനിയിലത്തെ ഗവൺമെൻറ്റും ഇവരെ നാട് കടത്താണ്. അതായത് കാൾ മാർക്സിന് നാട് കടത്താണ്. ഗത്യന്തരമില്ലാതെ കാൾ മാർക്സ് അവസാനം അഭയകേന്ദ്രമായിട്ട് പണ്ട് വിസിറ്റ് ചെയ്ത ഇംഗ്ലണ്ടിൽ സ്ഥിരതാമസമാക്കുകയാണ്. ഇംഗ്ലണ്ടിൽ സ്ഥിരതാമസമാക്കിയതിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടി ദാരിദ്ര്യത്തിലാണ് ഇംഗ്ലണ്ടിൽ അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹത്തിന് വലിയ കുടുംബസ്നേഹമുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളതാണ്. വലിയ ഫാമിലി മാനായിരുന്നു എന്നുള്ളത് പല വൃത്താന്തങ്ങളും പറയുന്നുണ്ട്. ഫാമിലിയെ അത്രയധികം സ്നേഹിച്ചിരുന്നു. എന്നാലും അദ്ദേഹം ദാരിദ്ര്യം വിട്ടുമാറാത്ത അവസ്ഥയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിലവുകൾക്ക്, ദൈനംദിന ചിലവുകൾക്ക്, വീടിൻ്റെ റെൻറ്റിന്, അതേപോലെ മരുന്നിന്, ഭക്ഷണത്തിനൊക്കെ എംഗിൾസ് സഹായിച്ചിരുന്നു എന്നുള്ളതും ചരിത്രത്തിലുണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടിൽ അദ്ദേഹം പ്രവർത്തന മേഖലയാക്കുന്നു. സാമ്രാജ്യത്വ ശക്തികളുടെ മുന്നിൽ മുട്ടുകുത്താത്ത പ്രവർത്തനങ്ങൾ, ലേഖനങ്ങൾ ഒക്കെ ഇംഗ്ലണ്ടിൽ വെച്ച് അദ്ദേഹം എഴുതുന്നത് ലോകത്തെല്ലായിടത്തും എത്തുന്നു. വളരെ അലസമായി വസ്ത്രം ധരിച്ചിരുന്ന, മുടി വളർത്തി, മൂർ എന്ന് അദ്ദേഹത്തിന് സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം ഒരു വിരൂപി അങ്ങനെയൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, മുടി വളർത്തി തീരെ വൃത്തിയില്ലാത്ത വസ്ത്രത്തിലൊക്കെ ആയിരുന്നു അദ്ദേഹം നടന്നിരുന്നത്. എന്നാലും അദ്ദേഹം ഏറ്റവും കൂടുതൽ ചെലവഴിച്ചിരുന്നത് ഇംഗ്ലണ്ടിലെ യാചകരായിട്ടുള്ള കുട്ടികളുടെ അടുത്താണ്, അനാഥരായിട്ടുള്ള മക്കളുടെ അടുത്താണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇംഗ്ലണ്ടിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലോകത്തിലെ മുഴുവൻ മർദ്ദിത സമൂഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇംഗ്ലണ്ടിൽ വെച്ച് അദ്ദേഹം തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് 1881 അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വലിയ ട്രാജഡികൾ സംഭവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു വലിയ അസുഖം വന്നിട്ട് 1881 മരിക്കുകയാണ്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മൂത്ത മകളും ഒരു കരൾ രോഗം വന്നിട്ട് മൂത്ത മകളും മരിക്കുകയാണ്. 81 ജനുവരി മാസത്തിൽ. 83 മൂത്ത മകൾ മരിക്കുന്നത്. അതേ വർഷം തന്നെ അദ്ദേഹവും മരണത്തിന് കീഴടക്കുകയാണ്. ഇവരുടെയൊക്കെ മരണത്തിന് ശേഷം അദ്ദേഹം വലിയ ഡിപ്രഷൻ മോഡിലാണ് എന്നുള്ളത് ആണ് പറയപ്പെടുന്നത്. അതേ വർഷം തന്നെ അദ്ദേഹവും മരണത്തിന് കീഴടങ്ങുകയാണ്. അദ്ദേഹം 83 മാർച്ച് മാസം 14-ാം തീയതിയാണ് മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷവും എംഗിൾസ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ലോകത്തെല്ലായിടത്തും പ്രചരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ
പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാം 19-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. 20-ാം നൂറ്റാണ്ടിൽ വന്നിട്ടുള്ള പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും അദ്ദേഹത്തിൻ്റെ മാർഗം, അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ, റഷ്യ എന്നുപോലത്തെ രാജ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മാർഗം പിന്തുടർന്നിട്ട് വന്നതാണ്, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ്. പക്ഷേ അവർ തുടക്കത്തിൽ തന്നെ അതിൽ നിന്നൊരു വ്യതിയാനം, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ നിന്ന് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ മാറ്റം വരുത്തി എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം തീർച്ചയായിട്ടും അദ്ദേഹം മുന്നോട്ട് വെച്ച ക്ലാസ്ലെസ് സൊസൈറ്റി എന്നുള്ള ആശയത്തെ കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ തെളിവുകളാണ് ഈ രാജ്യങ്ങളെല്ലാം ഒരു വൺ പാർട്ടി റൂളാണ് ഈ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അവിടുന്ന് മുതലേ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഇവർ നടത്തിയ അടിച്ചമർത്തലുകൾ, അക്രമങ്ങൾ ഒരുപാട് ലോകത്തിൽ തെളിവുകളായിട്ട് അവശേഷിക്കുന്നുണ്ട്. 1956 ഒരു പ്രധാന സംഭവ വികാസങ്ങൾ പറയുകയാണെങ്കിൽ 1956 ഹംഗറിക്കെതിരെ നടത്തിയ വലിയ അക്രമങ്ങൾ, അതുപോലെ തന്നെ 20-ാം സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ്സിൽ സ്റ്റാലിൻ നടത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ വെളിപ്പെടുത്തലുകൾ, അതേപോലെ 1930 കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള വലിയ ഭക്ഷ്യക്ഷാമം, അതിനെ തുടർന്നിട്ടുണ്ടായിട്ടുള്ള ആൾക്കാരുടെ മരണങ്ങൾ, ഇതൊക്കെ അതിനെ തെളിവുകളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും പല വ്യതിയാനങ്ങളിലൂടെ കമ്മ്യൂണിസം പിന്നീട് പല രാജ്യങ്ങളിലേക്കും എത്തി. പലയിടത്തും ഗുണങ്ങളുണ്ടായി, ദോഷങ്ങളുണ്ടായി എന്നുള്ളതും സത്യമാണ്. ഈ വ്യതിയാനങ്ങൾ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത്, നമ്മൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു കുട്ടിയുടെ ചെവിയിൽ, ഒന്നാം ബെഞ്ചിലിരിക്കുന്ന ഒരു കുട്ടിയുടെ ചെവിയിൽ ഒരു കാര്യം, ഒരു സ്വകാര്യം, ഒരു ഇൻഫർമേഷൻ പറയുമ്പോൾ അതിങ്ങനെ പാസ് ചെയ്ത് ഏറ്റവും അവസാനത്തെ കുട്ടിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അതിന് വലിയ ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടാകും എന്ന ഒരു സംഭവമാണ് ഓർമ്മ വരുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് അത്തരം ഇപ്പോൾ പിന്നീട് അങ്ങോട്ടുണ്ടായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകൾ കൃത്യമായ മാർക്സിസ്റ്റ് സിദ്ധാന്തങ്ങളാണോ പിൻപറ്റിയിട്ടുള്ളത്, ഫോളോ ചെയ്തിട്ടുള്ളത്? അതേപോലെ ഇന്നത്തെ കാലത്ത് ഇതെല്ലാം വളരെ പ്രാക്ടിക്കൽ സെൻസുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. നമുക്ക് ഒരുപാട് വായിക്കാം, ചിന്തിക്കാം, സംസാരിക്കാം. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.